പുത്തുമലയിൽ ഇത്രയും ദിവസങ്ങളായിട്ട് വേദനിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രമാണ് വരുന്നത്. ദിവിഷ്, തുടർന്നോളൂ. എവിടെ വരെയായി കാര്യങ്ങൾ? ഉടൻ തന്നെ ബാക്കി നടപടികളിലേക്കൊക്കെ കടക്കുമോ? ശരി. ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പോലീസ് അവരുടേതായ അന്തിമോപചാരം അർപ്പിക്കാൻ, നമ്മൾ സർക്കാരിൻ്റെ രീതിയിൽ ഒരു ഔദ്യോഗികമായ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം സർവ്വമത പ്രാർത്ഥനയും ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. വളരെ കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരത്തിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ എത്രയോ മൃതദേഹാവശിഷ്ടങ്ങളും എത്തി. 30-31 മൃതദേഹങ്ങളൊക്കെയാണ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ സംസ്കരിച്ചത്. പിന്നെ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയമെടുക്കും. ഇന്ന് പക്ഷേ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയണം. ഞാൻ പിന്നെ പറഞ്ഞു വന്നത്, ഈ ക്യാമ്പുകളിലൊക്കെ ആളുകൾ കുറച്ചുകൂടി ആളുകളൊക്കെ വാടക വീടുകളൊക്കെ തിരക്കി തുടങ്ങിയിരിക്കും. അപ്പോൾ സർക്കാർ ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇന്നലെ പറഞ്ഞൊരു കാര്യം, എല്ലാ കുടുംബങ്ങൾക്കും അവരുടേതായ ഒരു സ്വകാര്യതയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വല്ലാത്ത സങ്കടത്തിൽ നിന്ന് ചിലപ്പോൾ അവരുടേതായ സ്വകാര്യതയിലേക്ക് മാറി ഒറ്റയ്ക്കിരുന്നുമൊക്കെ ഇതിനെ മറികടക്കാൻ അങ്ങനെയുള്ള മനസ്സുള്ളവരുമുണ്ടാവും. ചിലവർ കൂടുതൽ ആളുകളെ വഴുകി ഈ സങ്കടത്തെ മറികടക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ മനുഷ്യൻ പലതരമാണല്ലോ, പല ശീലങ്ങളാണ്. ഇപ്പോൾ പല രീതിയിലായിരിക്കും ഓരോരുത്തരും പ്രതിസന്ധികളെ നേരിടുക. അപ്പോൾ അതിന് അവരുടേതായ ഒരു സ്വകാര്യത ഒരുക്കണം. അതിന് വേഗത്തിൽ തന്നെ ഒരു താൽക്കാലിക പുനരധിവാസം നടപ്പാക്കുമെന്ന് മന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു, എല്ലാ മന്ത്രിമാരും കൂടി. പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്രയും ദിവസങ്ങൾ ഈ സ്കൂളുകൾ നമുക്ക് ഈ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അത് വേഗത്തിൽ വേണം. അപ്പോൾ ഈ ക്യാമ്പുകൾ ഇപ്പോൾ നമ്മൾ ഈ കുടുംബാന്തരീക്ഷ ആദ്യം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിന് ഒരു ആശ്വാസമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായ രീതിയിലൊക്കെ പലയിടത്തും ഈ വാടക വീടുകളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ താൽക്കാലികമാണ്. അടുത്ത കുറച്ച് മാസങ്ങൾ വാടക അവർക്ക് നൽകിക്കൊണ്ടും അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീടുകൾ കിട്ടാനും ഇത്തിരി ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും അതെല്ലാം തന്നെ എത്രയും വേഗത്തിൽ നടപ്പാക്കും എന്ന് തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ദിവിഷി പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ആ നാടിന് വേണ്ടിയിട്ട്, അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഓരോ പദ്ധതികൾ, അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ്ങുകളെല്ലാം തന്നെ ഓരോ വശത്തു കൂടി നടക്കുകയാണ്. അതിനിടയിലും നമ്മൾ അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. യാതൊരു കാരണവശാലും അവർ തളർന്നു പോകരുത്. അവരെ കൈപിടിച്ചുയർത്തേണ്ടത് നമ്മളാണ് എന്നുകൂടിയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം വേദന കൂടിയാണ്. ചടങ്ങുകൾ പുരോഗമിക്കുന്നു. എന്റെ സ്വപ്നങ്ങളിൽ ചാത്തിയ മോഹങ്ങളെ വിടാ നൽകിയാലും രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. വികാരി ഫാദർ ജിബിൻ വട്ടുകുളത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു.
ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ വരിടമല്ലേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിക്കാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്താൽ ഈ ആത്മാക്കൾക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഷംസുദ്ദീൻ റഹ്മാനി അവരുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിലേക്ക് കടക്കുന്നു. വെപ്പാടി മഹല്ല് സെക്രട്ടറി അലിമാഷ് ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്.